ഹലോ. കുംഭമേള എന്താണ് കുംഭമേളയുടെ പ്രാധാന്യം? 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹത്തായ ഒരു ഹിന്ദു തീർത്ഥാടന സമ്മേളനമാണ് കുംഭമേള. 6 വർഷം കൂടുമ്പോഴാണെങ്കിൽ അതിനെ അർദ്ധ കുംഭമേള എന്ന് പറയും. 12 വർഷം കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ കുംഭമേള നടക്കുക. 12 പൂർണ്ണ കുംഭമേളകൾ ചേരുമ്പോൾ, അതായത് 12 × 12 144 വർഷം കൂടുമ്പോഴാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത്. 2025 ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേളയാണ്. കുംഭം എന്നാൽ കുടം എന്നാണ് അർത്ഥം. ഇത് അമൃത കുംഭമാണ്. അതായത് ഹിന്ദു വിശ്വാസ പ്രകാരം, ഹിന്ദു ഐതിഹ്യ പ്രകാരം പാലാഴി മദന സമയത്ത് ദേവന്മാരും അസുരന്മാരും ഈ അമൃതകുംഭം അതിനു വേണ്ടിയിട്ടാണ് ആ പാലാഴി കടയുന്നത്. അമൃതകുംഭം അതിലെ അമൃതം സേവിച്ചാൽ അവർക്ക് അമരത്വം കിട്ടുമെന്ന വിശ്വാസത്തിൽ. അപ്പോൾ ആ അമൃതകുംഭത്തിലെ അമൃത വീണ 4 സ്ഥലങ്ങളിലാണ് ഈ കുംഭമേള ആഘോഷിക്കപ്പെടുന്നത്. ആ 4 സ്ഥലങ്ങൾ, ഒന്ന് ത്രിവേണി സംഗമസ്ഥാനമായ പ്രയാഗ്രാജ്, രണ്ടാമത്തത് ഗംഗാനദിയുടെ തീരത്തുള്ള ഹരിദ്വാർ, മൂന്നാമത്തത് നാസിക് ത്രയംബക നമ്മുടെ ഗോദാവരി നദിയുടെ തീരത്ത്, നാലാമത്തത് മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയുടെ തീരത്ത് ഉജ്ജയിനിലാണ്. ഓക്കെ. അപ്പോൾ ഇത്തവണ 2025 നടക്കുന്ന 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ഒരു മഹാകുംഭമേള ത്രിവേണി സംഗമ സ്ഥാനത്താണ് നടക്കുന്നത്. ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ 3 നദികൾ? ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ് എന്നാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രയാഗ്രാജ്? ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.